പരിയാരം അവങ്ങുപോയിൽ ജനവാസ കേന്ദ്രത്തിൽ പാചകവാതക ഫില്ലിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. പരിയാരം പാണപ്പുഴ വില്ലേജുകളിലായി സർക്കാർ നിരവധി കുടുംബങ്ങൾക്ക് മിച്ചഭൂമിയായി പതിച്ചു നൽകിയ സ്ഥലത്തിന്റെ മധ്യഭാഗത്താണ് സ്വകാര്യ സംരംഭം വരുന്നത്. കുടിവെള്ളക്ഷാമത്തിനൊപ്പം പല കുടുംബങ്ങൾക്കും കിടപ്പാടവും നഷ്ടമാവുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിക്കുൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂർ ആസ്ഥാനമായ നിയോക്കോ SP എൻജിൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയാണ് പരിയാരം വില്ലേജിലെ അവങ്ങുപോയിൽ പ്രദേശത്ത് ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് കേന്ദ്രം വരുന്നത്. പരിയാരം പാണപ്പുഴ വില്ലേജുകളിലായി സർക്കാർ മിച്ചഭൂമിയായി പതിച്ചു നൽകിയ ഭൂമിയുടെ മധ്യഭാഗത്താണ് പദ്ധതി പ്രദേശമെന്നും നാട്ടുകാർ പറയുന്നു. 160ഓളം പേർക്ക് പരിയാരം വില്ലേജിലും പാണപ്പുഴ വില്ലേജിൽ 147ഓളം പേർക്കുമാണ് സർക്കാർ മിച്ചഭൂമി പതിച്ചു നൽകിയത്. പതിച്ചു കിട്ടിയ ഭൂമിയിൽ ഇതിനകം കുറച്ച് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അമ്പലം, പള്ളി, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയും പദ്ധതി പ്രദേശത്തിന് സമീപത്തുണ്ട്. കുറച്ച് അകലെയായി അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഫയർ സ്റ്റേഷനോ ആശുപത്രിയോ സമീപത്തില്ലെന്നതും നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പരിയാരം വില്ലേജിലെ റീസർവേ 10 അവങ്ങുപോയിൽ എന്ന പ്രദേശത്ത് ഒരു ഗ്യാസ് പ്ലാന്റ് വരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സാധാരണക്കാരൻ ജീവിക്കാൻ ഇവിടെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. കുടിവെള്ളം ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് കിട്ടാതെ വരുന്ന ഈ സ്ഥലത്തേക്കാണ് വലിയ ഗ്യാസ് പ്ലാന്റുകൾ വരുന്നത്. ഈ ജനങ്ങൾ ഇവിടെ വിച്ചഭൂമിയാണ്, ഗവൺമെൻറ് ഭൂമിയിലാണ് ഈ പറയുന്ന പട്ടയവും മറ്റുള്ള പരിശോധിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിവരമാണ്. ആ വിവരങ്ങൾ ഞങ്ങൾ എത്രയും അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ അവങ്ങുപോയിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനമായി പോകുന്നത്. ഇവിടെ സാധാരണക്കാരന് ജീവിക്കണം. വൻകിട കമ്പനികൾ അതാത് ഇൻഡസ്ട്രി ഏരിയയിലേക്ക് മാറ്റിക്കൊണ്ട് ഇവിടെ സാധാരണക്കാരൻ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് മാത്രമേ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളൂ. ഉടനടി തീരുമാനമുണ്ടാക്കണം. കാരണം വളരെ പ്രയാസത്തിലാണ് ജനങ്ങൾ, ആശങ്കയിലാണ്. ഈ ബാംഗ്ലൂരിലൊരു ടീമിന് ഇവിടുത്തെ ഭൂമാഫിയകൾ വിറ്റിട്ട് അതിൻ്റെ വാല്യൂ എന്താണെന്ന് അവർ വരെ അറിയാത്തൊരവസ്ഥയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. 8 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ടാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കേണ്ടി വരും. ഇത് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ പാരിസ്ഥിതിക പ്രശ്നത്തിന് കാരണമാകുമെന്ന ആശങ്കയും ശക്തമാണ്. ഫില്ലിംഗ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി സാധാരണക്കാരുടെ കിടപ്പാടം നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ടാകും. പദ്ധതിക്കെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി, ജില്ലാ കലക്ടർ, പരിയാരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർക്ക് ഇതിനകം പരാതി നൽകി. ഗ്യാസ് ഫില്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം ഇൻഡസ്ട്രിയൽ ഏരിയയിലല്ലെന്നും ജനവാസ കേന്ദ്രത്തിൽ ഇത്തരമൊരു സ്ഥാപനം അനുവദിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും പരിസ്ഥിതിക്കും ഭീഷണിയാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റി വ്യവസായ മേഖലയിലേക്ക് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം.